والصلاة والسلام على من لا نبي بعده. صحيح الترغيب والترهيب كتاب الصلاة إلى التفصيل. الترغيب في إجابة المؤذن وبماذا يجيبه وما يقول بعد الأذان. നമ്മൾ കഴിഞ്ഞ ഫസ്ലിൽ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഫضലും മുഅദ്ദിനീങ്ങളുടെ ഫضലും എല്ലാം പറഞ്ഞു. ഈ ഫസ്ൽ പറയുന്നത് മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് എന്താണ് മറുപടി നൽകേണ്ടത്, അതുപോലെ ബാങ്കിന് ശേഷം എന്താണ് പറയേണ്ടത് എന്ന കാര്യങ്ങളാണ്. عن أبي سعيد الخدري رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا سمعتم المؤذن فقولوا مثل ما يقول المؤذن. മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുന്നത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ മുഅദ്ദിൻ പറയുന്നത് പോലെ തന്നെ നിങ്ങളും പറയുക. അപ്പോൾ ഇജാബത്തുൽ മുഅദ്ദിൻ അല്ലെങ്കിൽ ഇജാബത്തുൽ അദാൻ, അദാനിന് മറുപടി കൊടുക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുള്ള, അതുപോലെ തന്നെ ധാരാളം ഫൗൽ ആവശ്യവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ പല ആളുകളും അശ്രദ്ധയോടുകൂടി നഷ്ടപ്പെടുത്തുന്ന ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതും അല്ലെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് പറയാവുന്നതുമായിട്ടുള്ള വാക്കുകളാണ്, പക്ഷെ അശ്രദ്ധ മൂലം ധാരാളം ആളുകൾക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അദാനിന് മറുപടി നൽകുക എന്നത്. പല പണ്ഡിതന്മാരും പറയാറുള്ള ഒരു വിഷയം, നിസ്കാരവുമായി ബന്ധപ്പെട്ട സുന്നത്തുകളെ ഓർമ്മിപ്പിക്കുന്നിടത്ത് അദാനിന് യഥാർത്ഥ രൂപത്തിൽ മറുപടി കൊടുക്കാൻ ഒരാൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ, അതിനെ ആലോചിച്ച് അർത്ഥം മനസ്സിലാക്കി മറുപടി കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവന്റെ നിസ്കാരത്തിന് ഖുശൂ ലഭിക്കാൻ തന്നെ അതൊരു കാരണമായി തീരും എന്ന് ഓർമ്മപ്പെടുത്തിയത് കാണാം. അടുത്ത ഹദീസ് വൻ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമാ അന്നഹു സമിഅ അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം أنه سمع النبي صلى الله عليه وسلم يقول إذا سمعتم المؤذن فقولوا مثل ما يقول. മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതുപോലെ തന്നെ പറയുക. ثم صلوا علي, പിന്നെ എൻ്റെ മേലെ സ്വലാത്ത് ചൊല്ലുക. ബാങ്കുമായി ബന്ധപ്പെട്ട സുന്നത്തുകളിൽ വരുന്നൊരു കാര്യമാണ് മറുപടി നൽകിയതിന് ശേഷം ബാങ്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലെ സ്വലാത്ത് ചൊല്ലുക. فإنه من صلى علي صلاة صلى الله عليه بها 10. ആരെങ്കിലും എൻ്റെ മേലെ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മേലെ 10 സ്വലാത്ത് ചൊരിയുന്നതാണ്. അള്ളാഹു അവനെ പറ്റി ആകാശ ലോകത്ത് പരാമർശിക്കുന്നതാണ്, കാരുണ്യം ചൊരിയുന്നതാണ്. ثم صلوا الله لي الوسيلة, പിന്നെ എനിക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് വസീലത്തിനെ ചോദിക്കണം. എന്താണ് വസീല എന്ന് പറഞ്ഞാൽ? فإنها منزلة في الجنة لا تنبغي إلا لعبد من عباد الله وأرجو أن أكون أنا هو. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സ്വർഗ്ഗത്തിലെ പ്രത്യേകമായിട്ടുള്ള മഹത്തരമായിട്ടുള്ള ഒരു സ്ഥാനമാണ് അൽ വസീല എന്ന് പറയുന്നത്. അത് അള്ളാഹുവിന്റെ അടിമകളിൽ ഒരാൾക്കാണ് ലഭിക്കുക. അത് എനിക്കാണ് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. അപ്പോൾ അതിനു വേണ്ടി തേടുക. ഫമൻ സഅല അല്ലാഹ ലി അൽ വസീല ഹല്ലത് ലഹു അഷ്ഫാഅ. എനിക്ക് വേണ്ടി ആരാണോ അള്ളാഹുവിനോട് വസീലത്തിനെ ചോദിക്കുന്നത്, ആ സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകണമേ എന്ന് തേടുന്നത് അവന് എന്റെ ശുപാർശ നിർബന്ധമാകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നാളെ പരലോകത്ത് വിചാരണ ആരംഭിക്കുന്നത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് കൊണ്ടാണ്. ശഫാഅത്തുൽ ഉദ്മ എന്ന് പറയും. അതിനുശേഷം സ്വർഗത്തിൽ പ്രവേശിക്കാനും നരകത്തിൽ നിന്ന് ആളുകൾ ഒഴിവായി കിട്ടാനും സ്വർഗത്തിലെ ദർജകൾ ഉയരാനും പലതരത്തിൽ ശഫാഅത്തുകളുണ്ട്. അപ്പോൾ ആ ശഫാഅത്ത് ഒരാളുടെ മേലെ ലഭിക്കാൻ കാരണമാകുന്ന കാര്യമാണ് ബാങ്കിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലെ സ്വലാത്ത് ചൊല്ലലും ആ വസീല എന്നുള്ള സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകണമേ എന്ന് തേടലും. അത് പ്രത്യേകം തന്നെ ദുആ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, വരുന്നുണ്ട്. وعن عمر بن الخطاب رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا قال المؤذن الله أكبر الله أكبر, മുഅദ്ദിൻ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ فقال أحدكم الله أكبر الله أكبر, നിങ്ങളിൽ ഒരാൾ പറയുകയാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ثم قال أشهد أن لا إله إلا الله, പിന്നെ മുഅദ്ദിൻ പറയുന്നു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതൊരു ഇലാഹ ഇല്ല എന്ന് ഞാൻ ഷഹാദത്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഖാല അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു കേൾക്കുന്ന ഒരാൾ പറയുന്നു അതുപോലെ തന്നെ. ثم قال أشهد أن محمدا رسول الله, പിന്നെ മുഅദ്ദിൻ പറയുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ ഷഹാദത്ത് ചെയ്യുന്നു
ഖാല അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അത് കേൾക്കുന്ന ആളും അതുപോലെ പറയുന്നു. ثم قال حي على الصلاة, പിന്നെ മുഅദ്ദിൻ ഹയ്യ അല സ്വലാ എന്ന് പറയുമ്പോൾ ഖാല, കേൾക്കുന്ന ആൾ പറയുന്നു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ഒരു കഴിവോ ശക്തിയോ ഇല്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. ثم قال حي على الفلاح, ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോഴും അത് കേൾക്കുന്ന ആൾ പറയുന്നു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ثم قال അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, പിന്നെ മുഅദ്ദിൻ അല്ലാഹു അക്ബർ പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾ അല്ലാഹു അക്ബർ അല്ലാഹു ആണ് വലിയവൻ എന്ന് പറയുന്നു. ثم قال لا اله الا الله قال لا اله الا الله, മുഅദ്ദിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ കേൾക്കുന്ന ആളും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു. ഇങ്ങനെ ഒരാൾ പറയുകയാണ് മിൻ ഖൽബിഹി, അവന്റെ ഖൽബിൽ നിന്ന്, അത് ശ്രദ്ധയോടുകൂടി അർത്ഥം മനസ്സിലാക്കി അവന്റെ ഖൽബിൽ ഇഖ്ലാസോട് കൂടിയാണ് അവൻ പറയുന്നതെങ്കിൽ ദഖലൽ ജന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കി, ബാങ്ക് കൊടുക്കുമ്പോൾ അതിന് ശ്രദ്ധയോടുകൂടി ഇഖ്ലാസോടുകൂടി ആശയങ്ങൾ മനസ്സിലാക്കി ഖൽബിൽ നിന്ന് അതിന് മറുപടി പറഞ്ഞാൽ അത് സ്വർഗപ്രവേശനത്തിനുള്ള ഒരു കാരണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. ഒരിക്കലും ബാങ്കിന്റെ വിഷയത്തിൽ ഒരു അലസതയോ അലംഭാവമോ അശ്രദ്ധയോ നമ്മുടെ ഭാഗത്തു നിന്നില്ലാതെ, അത് വലിയ പണിയെടുക്കണ്ട, അതാണ് ഏറ്റവും വലിയൊരു കഷ്ടപ്പെട്ട് നമുക്കൊരു പണിയെടുക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ജോലി സ്ഥലത്താണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്താണോ നമുക്ക് മറുപടി പറയാൻ പറ്റും, എളുപ്പമുള്ളൊരു കാര്യമാണ്. അതിന് തന്നെ സ്വർഗപ്രവേശനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. അടുത്ത ഹദീസ് വഅൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഖാല ഹീന യസ്മഉ നിദാഅ, ആരെങ്കിലും ബാങ്ക് കേൾക്കുന്ന സന്ദർഭത്തിൽ പറയുകയാണ് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ, ഈ പൂർണ്ണമായ ഈ വിളിയുടെ റബ്ബേ അല്ലാഹുവേ, വസ്സലാത്തുൽ ഖായിമ, ഇനി നിർവഹിക്കപ്പെടാൻ പോകുന്ന നിസ്കാരത്തിന്റെയും റബ്ബേ, ആതി മുഹമ്മദൻ അൽ വസീലത വൽ ഫളീലത, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശ്രേഷ്ഠമായിട്ടുള്ള മഹത്തരമായിട്ടുള്ള അൽ വസീല എന്ന സ്വർഗത്തിലെ സ്ഥാനം നീ നൽകണമേ. വബഅത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദി വഅദ്ത, നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്തുത്യർഹമായിട്ടുള്ള സ്ഥാനത്തിലേക്ക് നീ നിയോഗിക്കണമേ. അഥവാ നാളെ പരലോകത്ത് എല്ലാ മനുഷ്യരും വിചാരണ ആരംഭിക്കാതെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അള്ളാഹുവിന് മുമ്പിൽ സുജൂദിലായി വീണുകൊണ്ട് അള്ളാഹുവിനോട് ആവശ്യപ്പെടുക വിചാരണ തുടങ്ങാൻ വേണ്ടിയിട്ട്. അതിനാണ് ഷഫാഅത്തുൽ ഉദ്മ എന്ന് പറയുന്നത്. ആ സ്ഥാനത്തിനാണ് മഖാമൻ മഹ്മൂദൻ എന്ന് പറയുന്നത്. ആ ഒരു സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ളതാണ്. അതിലേക്ക് നീ നിയോഗിക്കണമേ. അങ്ങനെ ദുആ ചെയ്താൽ അല്ലാഹുമ്മ റബ്ബ ഹദി എന്ന് തുടങ്ങി അല്ലദി വഅദ്ത എന്നുള്ള ദുആ ബാങ്ക് കൊടുത്തതിന് ശേഷം ഒരാൾ പറഞ്ഞാൽ ഹല്ലത് ലഹു ഷഫാഅതി യൗമൽ ഖിയാമ, അവൻ അന്ത്യനാളിൽ എന്റെ ഷഫാഅത്ത് നിർബന്ധമാകും, അവന് നിർബന്ധമായും അതുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചിരിക്കുകയാണ്. അപ്പോ നമ്മള് ഇതും ബാങ്കുമായി ബന്ധപ്പെട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. وعن سعد بن أبي وقاص رضي الله عنه أن عن رسول الله صلى الله عليه وسلم قال, صلى الله عليه وسلم പറഞ്ഞു, من قال حين يسمع المؤذن, മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുന്നത് കേൾക്കുമ്പോൾ ഒരാൾ പറയുകയാണ് وأنا أشهد أن لا إله إلا الله وحده لا شريك له وأن محمدا عبده ورسوله, ഞാനും ഷഹാദത്ത് ചെയ്യുന്നു അല്ലാഹു അല്ലാതെ വേറെ ഇലാഹില്ല, അവനൊരു പങ്കുകാരില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അടിമയും റസൂലുമാണ്. റളീതു ബില്ലാഹി റബ്ബ, ഞാൻ അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുന്നു. വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെടുന്നു. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി തൃപ്തിപ്പെടുന്നു. ഇങ്ങനെ പറഞ്ഞാൽ ഗഫറല്ലാഹു ലഹു ദുനൂബഹു, അവന്റെ പാപങ്ങൾ അല്ലാഹു തആല അവന് പുറത്തു കൊടുക്കുന്നതാണ്. ഇത് എപ്പോഴാണ് പറയേണ്ടത് എന്ന വിഷയത്തിൽ ഉലമാക്കളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതിന് ശേഷം ബാങ്കിന്റെ ഇടയിലാണ് ഇത് പറയേണ്ടത് എന്ന് പറഞ്ഞ് കാണാം. അതല്ലെങ്കിൽ ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് പറയേണ്ടതെന്ന് കാണാം. വിശാലമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഉലമാക്കൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ രണ്ട് സന്ദർഭങ്ങളിലായിട്ടും വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ദുആ അല്ലെങ്കിൽ ഈ ദിക്ർ, ഈ വാക്കുകൾ ബാങ്ക് കേട്ടതിന് ശേഷം പറയുകയാണ് എങ്കിൽ അവന്റെ പാപങ്ങൾ
അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്ത് നൽകുന്നതാണ്. അപ്പോൾ ബാങ്കുമായി ബന്ധപ്പെട്ട് തന്നെ ധാരാളം നന്മകൾ നമുക്ക് നേടിയെടുക്കാനുണ്ട്. നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓരോ ദിവസത്തിലും 5 തവണ നമുക്ക് എളുപ്പത്തിൽ നേടിയെടുക്കാവുന്ന മഹത്തായിട്ടുള്ള നേട്ടങ്ങളാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബറക്കല്ലാഹു ഫീക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.